കലാനികേതൻ സാംസ്കാരിക സമിതിയും കണിയാപുരം പള്ളിനട റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി നടപ്പാക്കുന്ന ഒപ്പമുണ്ട് കൂടൊരുക്കാൻ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകുന്ന 6ാമത്തെ വീടിന്റെ താക്കോൽദാനം നടത്തി. LVHS വിദ്യാർത്ഥി ആദർശനും കണിയാപുരം UPS വിദ്യാർത്ഥിനി ജാനകിക്കുമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഭൂമി വാങ്ങി നൽകി നിർമ്മിക്കുന്ന 2ാമത്തെ ഉമ്മൻചാണ്ടി ഭവനം കൈമാറിയത്. വീടിന്റെ താക്കോൽ മുൻമന്ത്രിയും നിലവിൽ UDF ചെയർമാനുമായ MM ഹസൻ കൈമാറി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 78ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഒരു വലിയ മാതൃകാപരമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുക. അത് ഉമ്മൻചാണ്ടിയുടെ സ്മൃതി ഭവനമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു വീട് ആരോരുമില്ലാതെ ആശ്രയമില്ലാതെ കഷ്ടപ്പെടുന്ന 2 പേർക്കാണെന്ന് ഞങ്ങൾ ഇവിടെ താക്കോൽദാനം നിർവഹിച്ചു. ഒപ്പമുണ്ട് കൂടെയൊരുക്കാൻ എന്ന പദ്ധതി പ്രകാരം ഇതിനു മുമ്പ് 4-5 വീടുകൾ നിർമ്മിക്കുന്നതിന് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ MA ലത്തീഫ് കലാനികേതൻ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു വീട് ഇവിടെ സൂചിപ്പിച്ചു. ഭൂമി വാങ്ങി ഈ സുന്ദരമായ ഒരു കൊച്ചു വീട് നിർമ്മിക്കാൻ 14 ലക്ഷം രൂപ ചെലവഴിച്ചു. ഒരുപാട് ആളുകൾ സഹായിച്ചത് അദ്ദേഹം ഇവിടെ ഓർമ്മിച്ചു. ഇതിന് സഹായം നൽകിയ സുമനസ്സുകളെല്ലാം തന്നെ ഇതൊരു നല്ല പുണ്യകർമ്മം എന്നുള്ള നിലയ്ക്കാണ് ലത്തീഫിന്റെ നേതൃത്വത്തിലുള്ള ഈ സംരംഭത്തോട് സഹകരിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തരായ സഹപ്രവർത്തകരിലും അനുയായികളിലും ഒരാളാണ് ശ്രീ ലത്തീഫ്. അത് ഇവിടെ 2019 മുതൽ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന മറ്റ് പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുന്നതിൽ പങ്കാളിയാവാൻ എനിക്കും അവസരമുണ്ടായിട്ടുണ്ട്. ഒപ്പമുണ്ട് കൂടൊരുക്കാൻ എന്ന പദ്ധതി അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ചതാണ് എന്നിവിടെ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ, വേദന അനുഭവിക്കുന്നവർക്ക് സ്നേഹസ്പർശം കൊണ്ട് ആശ്വാസം നൽകാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതാവും ഒക്കെ നമുക്കെല്ലാം പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയുടെ. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല, പൊതുരംഗത്ത് അദ്ദേഹം കടന്നു വന്ന അന്ന് തൊട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് എല്ലാവർക്കും അറിയാം. ജനസേവനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു പൊതുപ്രവർത്തകൻ, ഒരു ഭരണാധികാരി. അദ്ദേഹത്തെ കുറിച്ച് ഏറെ നേരം നമുക്കെല്ലാം പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷികം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് സഹായം നേടിയവർ, ഗവൺമെന്റിൽ നിന്ന് അദ്ദേഹത്തിലൂടെ സഹായം നേടിയ ആളുകൾ ഇന്നും അവരുടെ വീടുകളിൽ, അവരുടെ മനസ്സിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രം വെച്ച് ആരാധിക്കുക. വസ്തുവിന്റെ രേഖകൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻചാണ്ടി കുട്ടികൾക്ക് കൈമാറി. ശരിക്കും സ്വാതന്ത്ര്യം, രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള ദുഃഖസത്യം നിലനിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഹസൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ലത്തീഫ് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഇന്നിപ്പോൾ സന്തോഷിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തുകൊണ്ടെന്നാൽ എവിടെ പോയാലും വീട്ടിലാണെങ്കിലും ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി. പക്ഷെ അവിടെ ആണെങ്കിലും അദ്ദേഹം നോക്കും ഏറ്റവും പാവപ്പെട്ട ഒരാള് കീറി ഷർട്ട് ഇട്ട് ഒട്ടും ദാരിദ്ര്യത്തിന്റെ മുഖമായിട്ടിരുന്ന ഒരു കാലിനും മുഖത്തിന്നും ദുഃഖം മേളിക്കാൻ ആദ്യം വിളിക്കും. വണ്ടിക്കൂലി വരെ കൊടുത്തിട്ട് ഉമ്മൻചാണ്ടി
വിടാറുള്ളൂ എന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാത്തവർക്ക് അറിയാൻ പാടില്ലായിരിക്കും. പക്ഷെ എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഒരു കാര്യം തീർത്ത് നിങ്ങളോട് പറയാം. ഉമ്മൻചാണ്ടിക്ക് ഒരിക്കലും വേറൊരു വിചാരം പോലും മനസ്സിലില്ലായിരുന്നു. എൻ്റെ ജനം, എൻ്റെ ജനം, എൻ്റെ ജനം. എങ്ങനെ ആൾക്കാരെ സഹായിക്കാം? അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോഴും അധികാരിയുടെ മുഖത്തേക്കാൾ നിയമത്തിന്റെ നൂലാമൽ വലിച്ചു കീറി എഴുന്നെടുക്കുമ്പോൾ അദ്ദേഹം മനുഷ്യത്വമാണ് അവന് കൂടുതൽ നിന്നിരുന്നത്. മനുഷ്യത്വം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ജനസമ്പളത്തിൽ കൂടെ അദ്ദേഹം ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് നിയമങ്ങൾ മാറ്റി മറിച്ചിട്ടുണ്ട്. IPS ലഭിച്ച കെ മുഹമ്മദ് ഷാഫിക്ക് ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് നൽകി ആദരിച്ചു. കലാനികേതന്റെയും കണിയാപുരം പള്ളിനട റെസിഡൻസ് അസോസിയേഷന്റെയും ചെയർമാൻ MA ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. പ്രശാന്തൻ കാണി IPS ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. മംഗലാപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീചന്ദ് S, T നാസർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ മുഹമ്മദ് ഷാഫി, ഒറൂബ് MA, അജയരാജ് BC, ഷാജഹാൻ, നാദിർ ഷാ, ദിയ, നസീർ, ഇളമ്പ ഉണ്ണികൃഷ്ണൻ, സഞ്ജു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി-ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം 6 വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. സരോ സാനിറ്ററി, ആറ്റിങ്ങൽ.